ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമ്മിൻ്റെ ആൻസിലറി പേപ്പറായ ജനറൽ എക്കണോമിക്സിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ നോട്ട്സ് മലയാളം പെയ്ഡ് നോട്ട്സാണ്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഉള്ള വീഡിയോയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ടാൽ എക്കണോമിക്സിൻ്റെ നോട്ടും അതുപോലെ സോഷ്യോളജി നോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാതും ഉണ്ട്. ഫസ്റ്റ് സെമ്മി നോട്ട്സൊക്കെ ഉണ്ട്. മലയാളത്തിൽ നോട്ട്സ് ഉണ്ട്. പെയ്ഡ് നോട്ട്സാണ്, അത് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരിക. ഓക്കെ, നോക്കുക. നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റമാണ്. മാക്രോ എക്കണോമിക്സിൻ്റെ തന്നെ ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിലുള്ള സിസ്റ്റത്തെയാണ് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം എന്ന് വിശേഷിപ്പിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഉത്ഭവിച്ച ഒരു സാമ്പത്തിക സിദ്ധാന്തമാണ് മാക്രോ എക്കണോമിക് സിസ്റ്റം. ഇത് ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ പോലെയുള്ള അക്കാലത്തെ സാമ്പത്തിക വിദഗ്ധരുടെ ഒരു ആശയവുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ആശയമാണ്. ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് തിയറിയുടെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയിൽ സർക്കാർ ഇടപെടരുത്, അങ്ങനെ ആയാൽ വിപണികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കില്ല എന്നതാണ്. സർക്കാർ ഇടപെട്ടാൽ, എന്നാൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിലോ വിപണി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരാശയമാണ് ഏത് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. സമ്പദ് വ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിർണ്ണയിക്കുന്നതിൽ വിതരണത്തിൻ്റെ പങ്ക് മാക്രോ എക്കണോമിക്സ് ഊന്നി പറയുന്നുണ്ട്. ഈ സിദ്ധാന്തം അനുസരിച്ച് സമ്പദ് വ്യവസ്ഥ സ്വാഭാവികമായിട്ടും ദീർഘകാല അടിസ്ഥാനത്തിൽ പൂർണ്ണമായ തൊഴിലവസരങ്ങളിലേക്കുള്ള പ്രവണത കാണിക്കും. വിതരണം ഡിമാൻഡുമായി പൊരുത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വിപണി എത്തുകയും ചെയ്യും. വ്യക്തികൾ യുക്തിസഹമായും സ്വന്തം താല്പര്യത്തിലും പ്രവർത്തിക്കുന്നുവെന്നും ഈ സ്വഭാവം വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗത്തിലേക്ക് നയിക്കുന്നുവെന്നും ഈ സിദ്ധാന്തം വാദിക്കുന്നുണ്ട്. ഏത് മാക്രോ എക്കണോമിക് സിസ്റ്റം. ഇനി ഇതിൽ വരുന്ന ഒരു ആശയമാണ് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയും, അദൃശ്യകരം എന്ന് പറയാം, അദൃശ്യക്കൈ എന്ന് പറയാം കേട്ടോ. അദൃശ്യകരം ഒരു സാമ്പത്തിക ആശയമാണ്. ഒക്കെ ഇൻവിസിബിൾ ഹാൻഡ്, അദൃശ്യമായ കരം അല്ലെങ്കിൽ അദൃശ്യമായ കൈ പോലെയുള്ള കമ്പോള ശക്തികൾ സമ്പദ് വ്യവസ്ഥയെ അതിൻ്റെ മികച്ച തലത്തിലുള്ള ഒരു ഉൽപ്പാദനത്തിലേക്കും തൊഴിലവസരത്തിലേക്കും നയിക്കുമെന്ന് ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുകയാണ്. സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്ത് തൻ്റെ സുപ്രധാന കൃതിയായ ദ വെൽത്ത് ഓഫ് നാഷൻസ് പറഞ്ഞാണ്, നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ പറഞ്ഞു, അതിൽ അവതരിപ്പിച്ചൊരു ആശയമാണ് ഏത് ഈ ഇൻവിസിബിൾ ഹാൻഡ് അല്ലെങ്കിൽ അദൃശ്യകരം എന്നത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് അങ്ങനെ തന്നെ എഴുതാം കേട്ടോ, അതിന് കുഴപ്പമില്ല. ഒരു സ്വതന്ത്ര കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ വ്യക്തികളുടെ സ്വയം താല്പര്യം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള നന്മയിലേക്ക് എങ്ങനെ നയിക്കുമെന്ന് വിശദീകരിക്കാനാണ് സ്മിത്ത് ഇൻവിസിബിൾ ഹാൻഡ് എന്ന ആശയം ഉപയോഗിച്ചത്. ഒരു സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയിൽ സ്വയം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വ്യക്തികൾ സ്വീകരിക്കുന്ന ഒരു മാർഗമായിട്ടാണ് സ്മിത്ത് ഇൻവിസിബിൾ ഹാൻഡ് എന്ന ആശയം ഉപയോഗിച്ചത്. ഇനി അസംഷൻസ് ഓഫ് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റമാണ്. ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ അനുമാനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഈ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിന് ധാരാളം ഘടകങ്ങളെയും അനുമാനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു സംഭവമാണ്. ആദ്യത്തെ 3 ഘടകങ്ങൾ 3 പില്ലേഴ്സ് അല്ലെങ്കിൽ 3 തൂണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തത് ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. സമ്പൂർണ്ണ തൊഴിൽ അല്ലെങ്കിൽ പൂർണ്ണ തൊഴിൽ, മുഴുവൻ തൊഴിൽ എന്നൊക്കെ പറയും. ദീർഘകാല അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥ എല്ലായ്പ്പോഴും പൂർണ്ണമായ തൊഴിലിൽ പ്രവർത്തിക്കുമെന്ന് ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധർ അനുമാനിക്കുകയാണ്. അവരുടെ ഒരു അനുമാനം അതാണ്. തൊഴിലിലെ ഏത് ഹ്രസ്വകാല ഏറ്റക്കുറച്ചിലുകളും സ്വയം രൂപപ്പെടുത്തുമെന്ന് അവർ വിശ്വസിക്കുന്നു. രണ്ടാമത്തത് സേയ്സ് ലോ ഓഫ് മാർക്കറ്റാണ്. അത് നമുക്ക് പഠിക്കാൻ കേട്ടോ, അതിൻ്റെ പിന്നാലെ വരുന്നുണ്ടോ, വിശദീകരിച്ച് അവിടെ പറയാം. സേയ്സ് ലോ ഓഫ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ജീൻ ബാപ്റ്റിസ്റ്റ് സേയുടെ മാർക്കറ്റ് നിയമം എന്നൊരു നിയമമാണ്. അതാണ് സേ എന്ന് പറയുന്നത്, പറയുക എന്നല്ല. സേയ്സ് എന്ന് പറഞ്ഞാൽ സേയുടെ എന്നാണ് കേട്ടോ. മാർക്കറ്റ് നിയമം ശരിയാണെന്ന് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ അനുമാനിക്കുന്നുണ്ട്. ഈ നിയമം പറയുന്നത് സപ്ലൈ, അതായത് വിതരണം അതിൻ്റേതായ ഡിമാൻഡ് സൃഷ്ടിക്കും എന്നാണ്. അതായത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ചരക്കുകളും സേവനങ്ങളും ഉപഭോഗം ചെയ്യപ്പെടും. അതായത് അതിൽ ബാക്കി വരില്ല, എല്ലാം എന്ത് ചെയ്യുന്ന ആളുകൾ വാങ്ങും. എങ്ങനെ? കൂടാതെ ഒരിക്കലും ചരക്കുകളുടെ പൊതുവായ ആധിക്യവും, അതായത് അമിതമായിട്ട് ചരക്കുകൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന തിയറി. അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവിടെ പറയാം. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മൂന്നാമത്തെ 3 പില്ലേഴ്സിൽ ഫസ്റ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റ് 3 പില്ലേഴ്സിൽ, രണ്ടാമത്തത് സേയ്സ് ലോ ഓഫ് മാർക്കറ്റ്, മൂന്നാമത്തത് ഫ്ലെക്സിബിൾ പ്രൈസ് ആൻഡ് വേജസ് ആണ്. വഴക്കമുള്ള വിലകളും കൂലിയും. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് വരുന്നുണ്ട് കേട്ടോ, പറയാം. ഇതിപ്പോൾ അതിൻ്റെ പോയിന്റുകളായിട്ട് മാത്രം പറയാം, അസംഷനായിട്ട് മാത്രം പറയുകയാണ്. വിലയും കൂലിയും വഴക്കമുള്ളതാകുമ്പോൾ സപ്ലൈയിലും ഡിമാൻഡിലുമുള്ള മാറ്റങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടുമെന്നാണ് ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധർ അനുമാനിക്കുന്നത്. ഒരു സ്വതന്ത്ര വിപണിയിൽ സമ്പദ് വ്യവസ്ഥ എല്ലായ്പ്പോഴും സന്തുലിതാവസ്ഥയിലാണ് എന്ന് ഉറപ്പാക്കാൻ
വിലയും വേതനവും എപ്പോഴും എന്തായിരിക്കണം, ക്രമീകരിക്കണമെന്നാണ് ഇവരുടെ വാദം, ക്ലാസിക്കൽ മാക്രോ എക്കണോമിസ്റ്റുകളുടെ വാദം. ഇനി നാലാമത്തെ, അപ്പോൾ 3 പില്ലറുകൾ പറയുന്നത് 3 കഴിഞ്ഞു കേട്ടോ. എന്താണ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ സമ്പൂർണ്ണ തൊഴിൽ, സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്, സെയുടെ മാർക്കറ്റ് നിയമം, പിന്നെ ഫ്ലെക്സിബിൾ പ്രൈസ് ആൻഡ് വേജസ്, വഴക്കമുള്ള വിലകളും, പിന്നെ കൂലിയും. ആ 3 നമുക്ക് വിശദീകരിച്ച് പഠിക്കാനുണ്ട്. ഇനി ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയാണ്, അതായത് പണത്തിൻ്റെ അളവ് സിദ്ധാന്തം. പണ വിതരണത്തിലെ മാറ്റങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയിലെ വില നിലവാരത്തെ ബാധിക്കുമെന്ന് പറയുന്ന ഒരു തത്വമാണ് ഏത്? ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് പറയുന്നത്. ഈ സിദ്ധാന്തം അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ പണലഭ്യത വർദ്ധിക്കുകയാണെങ്കിൽ വിലകൾ ആനുപാതികമായിട്ട് വർദ്ധിക്കും. അതിനാൽ പണനയം ജാഗ്രതയോടെ നടത്തണം. കാരണം അമിതമായി പണം സമ്പാദിക്കുന്നത് പണപ്പെരുപ്പത്തിനും പണത്തിൻ്റെ മൂല്യം ഇടിയുന്നതിനും ഇടവരുത്തും എന്നാണ് ക്ലാസിക്കൽ മാക്രോ എക്കണോമിസ്റ്റുകളുടെ വാദം. ഇനി അഞ്ചാമത്തത് ദ റിയൽ തിയറി ഓഫ് ഇൻട്രസ്റ്റ്, യഥാർത്ഥ പലിശ സിദ്ധാന്തം. സമ്പാദ്യത്തിനും നിക്ഷേപത്തിനുമുള്ള വിതരണവും ഡിമാൻഡും അനുസരിച്ചാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് എന്ന ആശയത്തെ യഥാർത്ഥ പലിശ സിദ്ധാന്തം സൂചിപ്പിക്കുന്നു. ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിക്ഷേപത്തിൻ്റെ ആവശ്യകതയുമായി പലിശ നിരക്ക് സമ്പാദ്യത്തിൻ്റെ വിതരണത്തെ സന്തുലിതമാക്കും എന്നാണ് പറയുന്നത്. ഇനി ആറാമത്തെ അസംഷനാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻ, യുക്തിസഹമായ പ്രതീക്ഷകൾ. ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൻ്റെ മറ്റൊരു പ്രധാന അനുമാനമാണ് വ്യക്തികൾ യുക്തിസഹമായ പ്രതീക്ഷകൾ ഉണ്ടാകും വ്യക്തികൾക്ക് എന്നത്. ഇതിനർത്ഥം ലഭ്യമായ എല്ലാ വിവരങ്ങളെയും അടിസ്ഥാനമാക്കി അവർ തീരുമാനങ്ങൾ എടുക്കും. ഭാവിയിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ അവർക്ക് കഴിയുമെന്നും സൂചിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമാണിത്. ഇനി അടുത്തതാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി, ക്ലാസിക്കൽ ദ്വിമുഖത എന്ന് പറയും. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നാമമാത്ര വേരിയബിളുകളും യഥാർത്ഥ വേരിയബിളുകളും തമ്മിൽ വേർതിരിവുണ്ടെന്നതാണ് ഈ തത്വം സൂചിപ്പിക്കുന്നത്. ഡൈക്കോട്ടമി, 2 വസ്തുതകൾ തമ്മിൽ. ഈ തത്വം അനുസരിച്ച് നാമമാത്ര വേരിയബിളുകളിലെ മാറ്റങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ യഥാർത്ഥ വേരിയബിളുകളെ ബാധിക്കില്ല. കൂടാതെ യഥാർത്ഥ വേരിയബിളുകളിലെ മാറ്റങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നാമമാത്ര വേരിയബിളുകളെയും ബാധിക്കില്ല. ഈ തത്വം സൂചിപ്പിക്കുന്നത് പണവിതരണത്തിലെ മാറ്റങ്ങൾ നാമമാത്രമായ വേരിയബിളുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാണ്. അതേസമയം യഥാർത്ഥ വേരിയബിളുകൾ സാങ്കേതിക വിദ്യ, മൂലധനം, തൊഴിൽ തുടങ്ങിയ ഘടകങ്ങളിൽ നിർണ്ണയിക്കപ്പെടുന്നതുമാണ്. ഇനി എട്ടാമത്തതാണ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വാലിറ്റി, സേവിങ് നിക്ഷേപ സമത്വം. തുല്യ നിക്ഷേപം ലഭിക്കുമെന്ന് ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധർ അനുമാനിക്കുകയാണ്. അതിനർത്ഥം ഉപഭോഗത്തിന് വേണ്ടി ചിലവഴിക്കാത്ത ഏതൊരു സമ്പാദ്യവും സമ്പദ് വ്യവസ്ഥയിൽ സ്വയമേവ നിക്ഷേപിക്കപ്പെടും. ഇത് സാമ്പത്തിക വളർച്ചയ്ക്കും സമ്പൂർണ്ണ തൊഴിലിനും ഇടവരുത്തും. ഇനി ലേസസ് ഫെയർ തിയറിയാണ്, ലേസസ് ഫെയർ സിദ്ധാന്തം. ലേസസ് ഫെയർ എന്നതൊരു ഫ്രഞ്ച് പദമാണ്. അതിനർത്ഥം ചെയ്യട്ടെ എന്നാണ്. ലേസസ് ഫെയറിനെ ചെയ്യട്ടെ അല്ലെങ്കിൽ അതായിരിക്കട്ടെ എന്നർത്ഥമാണ്. ഇപ്പോൾ ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധർ ലേസസ് ഫെയർ സമീപനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാന നിയമപരവും സ്ഥാപനപരവുമായ ചട്ടക്കൂടുകൾ നൽകാനല്ലാതെ വിപണികളിൽ സർക്കാർ ഇടപെടരുത് എന്നാണ്. അപ്പോൾ ചെയ്യട്ടെ, അവർ ചെയ്യണ്ട, ആര് ചെയ്യട്ടെ, വിപണി ചെയ്യട്ടെ എന്നാണ്. സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇടപെടലായി അവർ വാദിക്കുകയും സ്വതന്ത്ര വിപണികൾ കാര്യക്ഷമമായി വിനിയോഗിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഏതെങ്കിലും സർക്കാർ ഇടപെടൽ വിപണി വികലതയിലേക്കും കാര്യക്ഷമത ഇല്ലായ്മയിലേക്കും നയിക്കുമെന്നാണ് ഈ ക്ലാസിക്കൽ തിയറിസ്റ്റുകളുടെ വാദം. പത്താമത്തത് ന്യൂട്രൽ മണിയാണ്, നിഷ്പക്ഷ പണം. ക്ലാസിക്കൽ ഇക്കണോമിക്സിൻ്റെ മറ്റൊരു അനുമാനമാണ് നിഷ്പക്ഷ പണം അല്ലെങ്കിൽ പണം നിഷ്പക്ഷമാണ് എന്നത്. ഇതിനർത്ഥം പണവിതരണത്തിലെ മാറ്റങ്ങൾ വില നിലവാരത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ഔട്ട്പുട്ട്, തൊഴിൽ, ഉൽപ്പാദനക്ഷമത തുടങ്ങിയ യഥാർത്ഥ സാമ്പത്തിക വേരിയബിളുകളെ ബാധിക്കുകയുമില്ല എന്നതാണ്. ഇനി 11ാമത്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, തികഞ്ഞ മത്സരം. വിപണികൾ തികച്ചും മത്സരാധിഷ്ഠിതമാണെന്നാണ് ക്ലാസിക്കൽ വിദഗ്ധരുടെ അനുമാനം. അതിനർത്ഥം ധാരാളം വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടെന്നും വിലയെ സ്വാധീനിക്കാൻ ആർക്കും വിപണി ശക്തിയില്ലെന്നുമാണ്. അതായത് ഈ അനുമാനം പ്രധാനമാണ്. എന്തുകൊണ്ട്? വിലകൾ നിർണ്ണയിക്കുന്നത് വിതരണവും ഡിമാൻഡും അനുസരിച്ചാണ്, അല്ലാതെ വ്യക്തിഗത സ്ഥാപനങ്ങളോ അത് വാങ്ങുന്നവരോ അല്ല എന്നാണ് അവരുടെ അനുമാനം. ഇത്രയാണ് അസംഷൻസ് വരുന്നത് കേട്ടോ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൻ്റെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, സമ്പൂർണ്ണ തൊഴിൽ. ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ പൂർണ്ണ തൊഴിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൊഴിൽ, മൂലധനം, ഭൂമി എന്നിവ ഉൾപ്പെടെ സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായ എല്ലാ വിഭവങ്ങളും ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ പൂർണ്ണമായി വിനിയോഗിക്കുന്നു എന്നതാണ്. ഇത് അർത്ഥമാക്കുന്നത് സ്വമേധയാ തൊഴിലില്ലായ്മ ഇല്ലെന്നും ജോലി ചെയ്യാൻ തയ്യാറുള്ളവരും കഴിവുള്ളവരുമായ എല്ലാ വ്യക്തികളും ജോലി ചെയ്യുന്നവരുമാണ് എന്നാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥ സ്വാഭാവികമായിട്ടും പൂർണ്ണമായ തൊഴിലവസരത്തിലേക്ക് നീങ്ങുമെന്ന് ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നു. കാരണം ഫ്ലെക്സിബിൾ വിലകളും കൂലിയും ക്ലിയർ ലേബറൽ മാർക്കറ്റുമായി പൊരുത്തപ്പെടുകയും വിതരണം ചെയ്യുന്ന തൊഴിലാളികളുടെ അളവ് ആവശ്യപ്പെടുന്ന തൊഴിലിൻ്റെ അളവിന് തുല്യമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഇനി സെയ്സ് ലോ നമ്മൾ വിശദീകരിച്ച് പറയാം കേട്ടോ.
ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം അതിൻ്റേതായ ഡിമാൻഡ് സൃഷ്ടിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു തത്വമാണ് ഇത് സേയുടെ നിയമം. അതായത് സമ്പദ് വ്യവസ്ഥയിൽ ഒരിക്കലും ചരക്കുകളുടെ പൊതുവായ അമിത വിതരണമോ അധിക വിതരണമോ ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു തത്വമാണിത്. കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ മറ്റ് സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കളിപ്പാട്ടം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ കളിപ്പാട്ടം വിറ്റിട്ട് ആ കാശ് കൊണ്ട് എനിക്ക് ആവശ്യമുള്ള മറ്റെന്തെങ്കിലും വസ്തു വാങ്ങുന്നു. അപ്പോൾ എപ്പോഴും അവിടെ ഡിമാൻഡും ഉണ്ട്, വിതരണവും നടക്കുന്നുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. ഇപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജീൻ ബാപ്റ്റിസ്റ്റ് സേ നിർദ്ദേശിച്ച ഈ തത്വം ക്ലാസിക്കൽ സാമ്പത്തിക സിദ്ധാന്തത്തിൻ്റെ മൂലക്കല്ലായിട്ട് മാറി. സേയുടെ നിയമം അനുസരിച്ച് ഉൽപ്പാദനത്തിൽ ഏതൊരു വർധനവും ആത്യന്തികമായി വരുമാനവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിലൂടെ നേരിട്ടോ അല്ലാതെയോ ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കും. അതുകൊണ്ട് സപ്ലൈയുടെയും ഡിമാൻഡിൻ്റെയും നിയമം അനുസരിച്ച്, വിതരണത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ വിപണിയെ സ്വതന്ത്രമാക്കുന്നിടത്തോളം സമ്പദ് വ്യവസ്ഥയിൽ ഡിമാൻഡ് ഉണ്ടാക്കാൻ സർക്കാർ ഇടപെടലിൻ്റെ ആവശ്യമില്ല എന്ന് ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധർ വിശ്വസിച്ചു. ഇനി അസംഷൻസ് ഓഫ് സേസ് ലോ ഓഫ് മാർക്കറ്റ്സ് ആണ്. സേയുടെ മാർക്കറ്റ് നിയമത്തിൻ്റെ അനുമാനങ്ങൾ. ഒന്നാമത്തത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നത്, അതായത് വിതരണം അതിൻ്റെ ആവശ്യം സൃഷ്ടിക്കും എന്നതാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു വരുമാനം ലഭിക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും, ചരക്കുകളുടെ സേവനങ്ങളുടെ ഉൽപ്പാദനം അവർക്ക് സ്വമേധയാ ഒരു ഡിമാൻഡ് സൃഷ്ടിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അത് അവർ ചരക്കുകളും സേവനങ്ങളും വാങ്ങാൻ ഉപയോഗിക്കുകയും അവർക്ക് കിട്ടുന്ന, നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞില്ലേ, അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തത് നോ ഓവർ പ്രൊഡക്ഷൻ ഓർ അണ്ടർ പ്രൊഡക്ഷൻ, അമിത ഉൽപ്പാദനമോ കുറവ് ഉൽപ്പാദനമോ ഇല്ല. അതായത് ഈ അനുമാനം സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥ എല്ലായ്പ്പോഴും ആളുകൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൃത്യമായ അളവ് ഉൽപ്പാദിപ്പിക്കുന്നു. അധികമോ ഉണ്ടാവില്ല, കുറവും സംഭവിക്കില്ല. ഇനി നോ ഹോർഡിംഗ് ആണ്, പൂഴ്ത്തിവെപ്പില്ല. ആളുകൾ പണം പൂഴ്ത്തിവെക്കില്ല എന്ന്. അതായത് പക്ഷേ അവരെന്തെങ്കിലും സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി അത് ചെലവഴിക്കും. അത് മാർക്കറ്റ് ഡിമാൻഡ് വിതരണത്തിനനുസരിച്ച് ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കും. നാലാമത്തത് ഫ്ലെക്സിബിലിറ്റി ഓഫ് പ്രൈസ് ആൻഡ് വേജസ് ആണ്. വിലയും കൂലിയുടെയും വഴക്കം. ഇത് വിലയും കൂലിയും വഴക്കമുള്ളതാണെന്നും വിതരണത്തിലും ഡിമാൻഡിലുമുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുമെന്നും അനുമാനിക്കുന്ന ഒരു തത്വമാണ്. ആറാമത്തത് നോ ഇൻ്റർവെൻഷൻ ഓഫ് ഗവൺമെൻറ് ഇടപെടലില്ല എന്നതാണ്. നികുതികൾ, വില നിയന്ത്രണം, സബ്സിഡി പോലെയുള്ള ഗവൺമെൻറ് നിയന്ത്രണങ്ങളൊന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്ന് അനുമാനിക്കുന്നു. ആറാമത്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്, തികഞ്ഞ മത്സരം. ഇതിനർത്ഥം വിപണിയിൽ കുത്തകകളോ അതുപോലെ ഒലിഗോപൊളിയോ ഇല്ല എന്നതാണ്. കൂടാതെ കമ്പനികൾ തികച്ചും മത്സരാധിഷ്ഠിതമായ വിപണിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. അവിടെ വിതരണത്തിൻ്റെ ആവശ്യകതയുടെയും ശക്തികളാൽ വിലകൾ നിർണ്ണയിക്കപ്പെടും. അതായത് ഡിമാൻഡിനനുസരിച്ച് വിലകൾ നിർണ്ണയിക്കപ്പെടും. ഈ അനുമാനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് കമ്പോള ഗവൺമെൻറ് ഇടപെടലില്ലാത്ത സ്വയം നിയന്ത്രിതമായ ഒന്നായിരിക്കണം എന്നാണ്. സേയുടെ മാർക്കറ്റ് നിയമം വിതരണ ആവശ്യ നിയമം, അതായത് ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ലോ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. മാക്രോ എക്കണോമിക്സ് നയങ്ങളിൽ സേയുടെ മാർക്കറ്റ് നിയമം വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ തത്വം പിന്തുണക്കുന്ന ആളുകൾ പറയുന്നത് ഗവൺമെൻറ് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടരുത് എന്നാണ്. അത് അങ്ങനെയാണെങ്കിൽ ഇതിനെ എതിർക്കുന്നവരും ഉണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരിക്കലും ശരിയായ ഒരു തത്വമല്ല എന്നാണ്. കാരണം സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ ആവശ്യക്കാരില്ലാത്ത സന്ദർഭങ്ങളിൽ ഈ നിയമം അനുയോജ്യമല്ല എന്നും സമ്പദ് വ്യവസ്ഥയെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഗവൺമെൻറ് ഇടപെടൽ ആവശ്യമാണ് എന്നുമാണ് ഇതിനെ വിമർശിക്കുന്നവർ, എതിർക്കുന്നവർ പറയുന്നത്. ഇനി വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളൊന്ന് വിശദീകരിക്കുക കേട്ടോ. കൂലി വഴക്കം. ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് സിദ്ധാന്തത്തിലെ ഒരു പ്രധാന ആശയമാണ് വിലയും കൂലിയും തമ്മിലുള്ള വഴക്കം. വിലയും കൂലിയും വഴക്കമുള്ളതാണെങ്കിൽ മാർക്കറ്റ് സാഹചര്യത്തിൽ പെട്ടെന്ന് മാറ്റം വരുത്താൻ കഴിയുമെന്നാണ് ഈ ആശയം സൂചിപ്പിക്കുന്നത്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മിച്ചമുണ്ടായാൽ വില കുറയും, എന്നാൽ അതിൻ്റെ കമ്മി ഉണ്ടായാൽ വില കൂടും. അതിനനുസൃതമായി തൊഴിലാളികളുടെ വിതരണം കൂടിയാൽ കൂലി കുറയും, തൊഴിൽ ശക്തി കുറഞ്ഞാൽ, അതായത് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞാൽ കൂലി കൂടുകയും ചെയ്യും. വേതന വില വഴക്കം അനുമാനം ക്ലാസിക്കൽ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു ആശയമാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു വിപണിയിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണം എല്ലായ്പ്പോഴും അവയ്ക്കുള്ള ഡിമാൻഡിന് തുല്യമായിരിക്കും, ആവശ്യത്തിന് തുല്യമായിരിക്കും എന്നാണ്. എല്ലായ്പ്പോഴും അവയ്ക്കുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അവയ്ക്കുള്ള ആവശ്യം. കൂടാതെ സമ്പദ് വ്യവസ്ഥ എപ്പോഴും പൂർണ്ണമായ തൊഴിൽ അവസരം നൽകുന്നതായിരിക്കും. ഈ അനുമാനം ക്ലാസിക്കൽ ദ്വന്ദ്വത്തിൻ്റെ അടിസ്ഥാനം സൃഷ്ടിക്കുന്നു. ഉൽപ്പാദനം, തൊഴിൽ എന്നിവ പോലെയുള്ള യഥാർത്ഥ വേരിയബിളുകൾ നിർണ്ണയിക്കുന്നത് സാങ്കേതിക വിദ്യയും വിഭവങ്ങളും പോലുള്ള യഥാർത്ഥ ഘടകങ്ങളാൽ നിർണ്ണയിക്കപ്പെടും. അതേസമയം നാമമാത്ര വേരിയബിളായ വിലയും വേതനവും പണഘടകങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്ന ഒന്നാണ്.
ഇനി അസംഷൻസ് ഓഫ് വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റിയാണ്. വേതന വില വഴക്കത്തിൻ്റെ അനുമാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തൊഴിലുൽപ്പന്ന വിപണിയിൽ തികച്ചും മത്സരാധിഷ്ഠിതമായിരിക്കും. രണ്ടാമത്തത്, വിലയും കൂലിയും വഴക്കമുള്ളതായിരിക്കും. അതായത് ഉൽപ്പാദനത്തിലും വിതരണത്തിലും ഡിമാൻഡ് പെട്ടെന്ന് മാറ്റം വരും. 3, സമ്പൂർണ്ണ തൊഴിലുണ്ടായിരിക്കും. 4, പണപ്പെരുപ്പ പ്രതീക്ഷ ഇല്ല. 5, ബാഹ്യശക്തികളാലോ ബാഹ്യ ഭീഷണികളാലോ സമ്പദ് വ്യവസ്ഥ തകർന്നു പോവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭീഷണികൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിടേണ്ടി വരില്ല. 6, കുത്തകയില്ലാത്ത തികഞ്ഞ മത്സരാധിഷ്ഠിത കമ്പോളമായിരിക്കും. അവിടെ കുത്തക അവകാശങ്ങൾ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് അതിൻ്റെ അസംഷൻസ്. അപ്പോൾ പണപ്പെരുപ്പം പോലെയുള്ള ഭീഷണികൾ ഒഴിവാക്കാമെന്നതുകൊണ്ടും വിതരണത്തിലും ഡിമാൻഡിലും പെട്ടെന്ന് മാറ്റം വരുത്താമെന്നതുകൊണ്ടും വിലയും കൂലിയുമുള്ള വഴക്കം ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിൽ വളരെ പ്രധാനമാണ്. മൊത്തത്തിൽ വേതന വില വഴക്കം എന്ന അനുമാനം ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. കാരണം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹ്രസ്വകാല ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ടാലും ദീർഘകാല അടിസ്ഥാനത്തിൽ പൂർണ്ണമായ തോലിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണിത് സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്ന പ്രധാന ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ അതിൽ ചോദിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ എന്താണ് ഇൻവിസിബിൾ ഹാൻഡ്, പിന്നെ അതിൻ്റെ മാക്രോ എക്കണോമിക്സിൻ്റെ അസംഷൻസ്, പിന്നെ സാൻഡ് ലോ ഓഫ് മാർക്കറ്റ് അതിൻ്റെ അസംഷൻസ്, പിന്നെ വേജ് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി അതിൻ്റെ അസംഷൻസ്. ഇത്രയാണ് അതിൽ നിന്ന് പ്രധാനമായിട്ട് വരുന്നത്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.